ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നേ വയനാട്ട് കല്യാണത്തിന് കേട്ടോ. ഞങ്ങൾ വയനാട്ട് കല്യാണത്തിന് പോവാണ്. ബൊലീനല പോണ്. അപ്പൊ അല്ലുവിന്റെ പപ്പാന്റെ വണ്ടിയാണ് ബൊലീനല പോണ്. അത് പറയാൻ ഓൻ പറഞ്ഞു കേട്ടോ. അല്ലേ, ഓന്റെ പപ്പാന്റെ വണ്ടിയെന്ന് ഓൻ പറയാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ബൊലീനല പോണുണ്ടോ. നമ്മളെ അൾട്ടോയിലല്ല പോണ്, ഇന്ന് ബൊലീനല പോണ് അല്ലേ. അവിടെ എത്തിയിട്ട് അവിടുത്തെ കല്യാണം കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, അപ്പുറത്തൂടെ പോയിക്കോ, അതിലെ പോയിക്കോ. ഇതും അല്ലുണ്ട് ബാക്കില്. അപ്പൊ ഞങ്ങള് വയനാട് കല്യാണത്തിന് ഇങ്ങനെ പോയിക്കൊണ്ട് കേട്ടോ. മഞ്ചേരിന്ന് കടയിൽ നിന്ന് ഒരപ്പാനെ പൊക്കി അല്ലേ, പാന കൊണ്ടുപോകാണ്. പാനേറ്റ് ഇപ്പഴാണ് വണ്ടി ഓട്ടുന്നത്. ഞങ്ങളിങ്ങനെ പാട്ടൊക്കെ പാടിക്കൊണ്ട് ഇങ്ങനെ വയനാട് കല്യാണത്തിന് പോകണം അല്ലേ. അപ്പൊ ഇത് പറഞ്ഞാൽ നമ്മള് അൾട്ടോനെക്കാളും സുഖമാണ് ഇത് അല്ലേ. അൾട്ടോനെക്കാളും ഇരിക്കാൻ സുഖത്. അപ്പൊ ബൊലീന നല്ലതെന്ന് പോലെ പറയുന്നുണ്ട്. അൾട്ടോനെക്കാളും ഉഷാറാണ്, നല്ല ഉഷാറിൽ ഇരുന്ന് പോകാന്നൊക്കെ പറയുന്നത് അല്ലേ. ഇത് എനിക്ക് എന്താ പറയുള്ളു, ഇത് പറയ്, എന്തേലും പറയ്, എന്തേലും പറയടാ. പിന്നെ പിന്നെന്താ ഇത്രയുള്ളൂ. ഹലോ ഗായ്സ്, അപ്പൊ നമ്മളൊപ്പം പോയാലൊക്കെ ചുരത്തിന് അവിടെ എത്തിയായിരുന്നു, അതായത് കല്യാണത്തിലേക്ക് എത്തിയായിരുന്നു അല്ലേ. അപ്പൊ ഞങ്ങള് ചുരം കയറി താമരശ്ശേരി എത്തിയിട്ടുള്ളൂ. താമരശ്ശേരി എത്തണുള്ളൂ അല്ലേ, അടിവാരത്ത് എത്താനുള്ളൂ. അപ്പൊ അപ്പച്ചിയാണ് വണ്ടി ഓട്ടുന്നത്. അങ്ങനെ ഞങ്ങള് ഒടങ്കാട് മക്കാമ് കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ട് കേട്ടോ. അവിടെ മലനിരകൾ കാണിച്ചത് ഞങ്ങള് അവിടെ അടിവാരത്തിൽ എത്തണുള്ളൂ. ചുരം വൈകാതെ കയറും. വലിയ മലന്റെ അപ്പുറത്ത് നമുക്ക് പോകാനുണ്ട്. വലിയ മലകള്, ഈ മലന്റെ മുകളിൽ കൂടെ പോകാനുണ്ട്. അടിവാരത്തെത്തി. അടിവാരത്ത് ഈ ചുരം കയറാൻ പോവാണ്. ഇതാ അല്ലെ, അടിവാരത്താണ് ചുരം സ്റ്റാർട്ടിങ് ആണ്. ഇത് കയറും ചുരത്തുനിന്ന്. പിന്നെ ഇടത് ഭാഗത്തേക്ക് ഇതാ നമ്മൾ ചുരം കയറുമ്പോ ഇടത് ഭാഗത്തേക്ക് റോഡുണ്ട് കേട്ടോ. ആ റോഡ് കൂടെ പോയി കഴിഞ്ഞാൽ ഈ റോഡാണത്. അടുത്ത റോഡല്ലേ ഈ റോഡ് കയറാ. ഈ റോഡല്ലത് ഇതാ. ഈ റോഡിന് കയറി കഴിഞ്ഞാൽ ഇതാ ബ്ലോക്കാണ്. ഈ റോഡിന് കയറി കഴിഞ്ഞാൽ ചുരത്തിന്റെ സെന്റർക്ക് എത്തും അല്ലേ. ചുരം കയറി ഏകദേശം പകുതി ആയപ്പോൾ ഇത് കഴിഞ്ഞു. കാരണം എന്താ, വണ്ടി ബ്ലോക്കായി അല്ലേ. അല്ലു കഴിഞ്ഞോ, കട്ട പോക്ക്. രണ്ട് സൈഡിലും ബ്ലോക്കായിരുന്നു. കാരണം എന്താ, മുകളിൽ വലിയ വലിയ വണ്ടി വരികയും ചെയ്യും. പിന്നെ ഈ കയറിനോല് ഇടയിൽ കൂടെ തിരിക്കാനും നോക്കും. അപ്പൊ അങ്ങനെ ബ്ലോക്ക് ആകുക. ഏതായാലും ഇപ്പൊ എന്തോ പറയണ്ടേ, ഒരു ഹിന്ദിക്കാരന് നിർത്തിക്കാണ് നേരത്തെ കാണിച്ചാൻ പറ്റില്ല. ഹിന്ദിക്കാരൻ നിർത്തിക്കാണ് നേരത്തെ എന്തോ പറഞ്ഞു. എന്തോ പറഞ്ഞു, ചെറിയ വണ്ടികള് കയറിക്കാണ്ട് ബ്ലോക്ക് ആക്കുകയാണെന്നാ പറഞ്ഞയാള്. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ എല്ലാത്തോരോട് ചോദിച്ചണം അല്ലെ, എന്താണ് അവിടെ ബ്ലോക്ക് ഉണ്ടോ, മുകളില് എന്താ തുറക്കണം. ഇവിടെ ഇപ്പൊ തുറന്നു അല്ലേ, ഇപ്പൊ ഉഷാറായി പോകണ്ടല്ലോ. നമ്മളെ വണ്ടി ആയിരുന്നു, നോക്കാവും, പ്രശ്നമല്ല. അവിടെ റോഡിന്റെ സൈഡില് അല്ലുവിന്റെ ചങ്ങയന്മാർ ഇവിടെ ഇരിക്കുന്നു കേട്ടോ. കേട്ടോ ചാച്ച ചങ്ങയന്മാരെ കണ്ടപ്പോഴേ അവർക്ക് നല്ല തീർപ്പതേ. ഇനിയില്ല, ഞാൻ അടുത്തുണ്ടാവും. അപ്പൊ സൈഡിലൊക്കെ ഇങ്ങനെ കുരങ്ങന്മാരുണ്ട്. അപ്പൊ നമ്മള് 1 മണിക്ക് കല്യാണത്തിന് എത്തേണ്ടിയാണ്. അപ്പൊ നമ്മള് സമയം 1:30 മണി. ഇപ്പോഴും കല്യാണത്തിന് എത്തിയില്ല. ചുരത്തിന്റെ ഏറ്റവും ടോപ്പിലെത്തിയില്ല. ബ്ലോക്ക് ഇങ്ങനെ കുറച്ച് പോകുന്നുണ്ട്. അല്ല തിരിച്ചു പോന്നൊക്കെ പറയണ്ടത്, ബ്ലോക്ക് ചെയ്ത് കുടുങ്ങിയാണ്. ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട് അതിന്റെ ആൾക്കാർ, ചങ്ങന്മാര്. കുറെ ചങ്ങന്മാരുണ്ടോ, ഇഷ്ടം പോകേണ്ടതാ. അസ്സലാമലൈക്കും. വരും അല്ലുവിന്റെ ചങ്ങന്മാര് ഇതാ നോക്കണു. അല്ലു നോക്കുന്നുണ്ട്. ഇതാ നമ്മള് ചുരത്തിന്റെ ഏറ്റവും ടോപ്പിലെത്തി. അപ്പൊ ഇതില്ല 2 മണിയായി. കല്യാണം ഇവിടെ വൈകിയ തുടങ്ങലെന്ന് പറഞ്ഞു അല്ലേ. വയനാട്ടില് കല്യാണം വൈകിയ തുടങ്ങല്. അപ്പൊ ഏതായാലും ചുരത്തിന്റെ ടോപ്പിലെത്തി. പോയോക്കാം വയനാട്. അങ്ങനെ ഞങ്ങള് വയനാട് ലക്കടിയിലെത്തി. ഇവിടെ ഈ ഓടത്തോടെ അവിടെ തന്നെ കല്യാണമായാലുണ്ട്. കൊറേ പാർക്കുകളുണ്ട് ഇവിടെ. വയനാട് കയറി കഴിഞ്ഞാല് പോണ വൈക്കലൊക്കെ പാർക്കുണ്ട് അല്ലേ. ഇവിടുത്തെ ഒരു പാർക്ക്, പാർക്കുകളുണ്ട്, കൊറേ പാർക്ക് വൈക്കലുണ്ട്. ചുണ്ടാണ് സ്ഥലത്തുള്ള ഓഡിറ്റോറിയത്തിലാണ് കല്യാണം കേട്ടോ. ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേനും 2:45.
എന്നാലും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. നമ്മുടെ അടുത്ത മരുന്നല്ല, അവിടെ അത്യാവശ്യം ആളുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ എല്ലാവരും പോയിട്ടുണ്ട്. 2:45 ആയി കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും ചോറുണ്ട്, സാധാ പോലെ ഉണ്ട്. ഓലോടെ ഇപ്പടി ഇരുന്ന് ഞങ്ങളെ കൂട്ടാതിരിക്കല്ലേ? ഞങ്ങോട്ട് പറയാതെ ഇരുന്നു അല്ലേ? അങ്ങനെ ഇത് തവണ ഇരിക്കുന്നു. അല്ലോടെ കഴിക്കുന്നു. അല്ലോ ആദ്യം ഞങ്ങളെ വണ്ടി നിർത്തി വന്നപ്പോൾ തന്നെ കഴിക്കുന്നു. അല്ല് ഇതൊരു ചോറിട്ടില്ല നല്ല തട്ടാട്ടോ. അല്ലോ അല്ലോ ഞങ്ങൾ കൂട്ടാതിരിക്കല്ലേ? ഇതാണ് നമ്മൾ എന്തുകൂടെ ഞങ്ങളിരിക്കുമ്പോഴും അത്യാവശ്യം തിരക്കുന്നുണ്ട്, ആൾക്കാരൊക്കെ ഉണ്ട്. 2:45 ആയിട്ടുണ്ട്. സമയം നോക്കി നമ്മുടെ നാട്ടിലൊക്കെയാണ് എന്തൊക്കെയാണ് സ്ഥിതി, കസാലൊക്കെ മടക്കി വെച്ചിട്ടുണ്ടാവും. ഇവിടെ എപ്പോഴും ആൾക്കാരെല്ലാം ഇരിക്കുന്നുണ്ട്, കുഴപ്പമില്ലാത്ത ജനങ്ങൾ തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ ഒരൊട്ടം ഇരുന്നാ കേട്ടോ, പിന്നെ വെച്ചു അവൻ്റെ അപ്പച്ചിനപ്പം ഇരട്ടം നിന്നാലും പിന്നെ വെച്ചാൽ പറ്റില്ല കേട്ടോ. പിന്നെ പറ്റില്ല ഇവിടെ നിന്നാ പിന്നെ തിന്നോ? പിന്നെ തിന്നാ അല്ലു. 2ാം വട്ടം നിന്നില്ല കേട്ടോ. അല്ലോ 2ാം വട്ടം നിന്നില്ല. ഞാൻ അവിടെ പോയി വെച്ചില്ല നേരത്തെ. 2ാം വട്ടം നിന്നാ അപ്പച്ചിനപ്പം 2ാം വട്ടം തിന്നണം. ഞാൻ ഒരു പ്ലേറ്റ് ബിരിയാണി എടുത്തു. അല്ലെങ്കിൽ കറി ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ തൈരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. തൈരൊന്നും കഴിഞ്ഞിട്ട് എല്ലാ സാധനങ്ങളും ഞാൻ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്, ടേസ്റ്റ് ഉണ്ട്. സാധനം ഇഷ്ടം പോലെ നല്ല കാട്ടാട്ടോ. 2ാം വട്ടം വെച്ചാണ് ഇപ്പച്ചി വാരി കൊടുക്കുക. അത് ഇപ്പച്ചി വാരി തരാം. അവിടെ ഇന്നാണ്ട് വെക്കണുണ്ടല്ലോ നേരത്തെ. 2ാം വട്ടം 2ാം വട്ടം വെച്ചിട്ടുണ്ടോ? കേട്ടോ അവിടെ ഇരുന്നോ? അതിൽ പോയി മോനുണ്ട്. ഇന്നോവയില മോന് വന്ന് ഈ ഇന്നോവയിലാണ് അല്ലേ? ഇതില വണ്ടി വിൽക്കാനുള്ളല്ലേ? ഓന് വണ്ടി കച്ചവടം. അപ്പൊ അങ്ങനെ പറയാ. അമ്മനും ചെറുത് തന്നെയാണ്, മോശമൊന്നുമില്ല. അപ്പൊ അല്ലും പല വീട്ടില് മുട്ടായി കച്ചവടം നടത്തലുണ്ട്. അപ്പൊ ഇവിടെ വയനാട്ടിൽ വന്നപ്പോ കുട്ടികൾ മുട്ടായി കച്ചവടം നടത്തുന്നു. അപ്പൊ എന്തൊക്കെയുണ്ട് നോക്കാനാണ്. ഈ സാധനമൊക്കെ അവിടെ ഇറക്കാനാ? അത് ആവണോ? ആവണല്ലോ. എടുത്തോ. അല്ലൂര് ബീട്രൂട്ടാണല്ലോ. ബീട്രൂട്ട് നിങ്ങൾ വരി ഉണ്ടാക്കണത്? വീട്ടിലുണ്ടാക്കണം. വീട്ടിലുണ്ടാക്കണം. അപ്പോൾ അല്ലു ബീട്രൂട്ട് വാങ്ങി. അപ്പോൾ നിങ്ങളെ കടയിൽ ഇങ്ങനത്തെ സാധനമൊക്കെ വെക്കും നിങ്ങൾ? ഓലെ വീട്ടിൽ വന്നിട്ട് ഓലെ കടയിൽ ഇതൊക്കെ വെക്കട്ടോ. അച്ചാറൊന്നും ഇല്ല. അച്ചാർ സ്വന്തമായിട്ട് ഉണ്ടാക്കും അല്ലേ? അച്ചാറുണ്ടാക്കോ? ഐഡിയ മേടിച്ചില്ല. അപ്പോൾ ടേസ്റ്റ് ഉണ്ടോ അച്ചാറ്? ടേസ്റ്റ് ഉണ്ടോ? ഉണ്ട്. എന്ത് തന്നെ വയനാട്ടിലത്തെ അച്ചാർ ടേസ്റ്റ് ഉണ്ട്. ഇത് ടേസ്റ്റ് ഉണ്ടോ അച്ചാറ് വയനാട്ടിലത്തെ? ടേസ്റ്റ് ഉണ്ടോ കേട്ടോ? നമ്മളെ കുന്നക്കൂട്ടലങ്ങാടിത്തെ കുഞ്ഞാമാരുടെ മകൻ്റെ വണ്ടിയാണ്. ഇവന് വണ്ടി കച്ചവടമാണ്. അപ്പം ഇത് എത്രയും മോഡൽ വണ്ടി കൊടുക്കാനുള്ള? 2007 മോഡൽ കേരള. അപ്പോൾ അവനോട് അങ്ങനെ ചോദിച്ചാൽ പറ്റുള്ളൂ. അപ്പോൾ വണ്ടി കച്ചവടക്കാരനായതുകൊണ്ട്. അപ്പോൾ നല്ല വണ്ടി അത് നെഗോസിബിൾ പ്രൈസാ. എത്ര വില? 300 രൂപ ചോദിച്ചു. അപ്പോൾ അതാ ഓനും എൻ്റെ ഉപ്പയൊക്കെ ഈ വണ്ടിയിൽ നിന്ന് കണ്ടി. ഇന്നോവയിൽ എല്ലാവരും ഉണ്ട്. മോളുണ്ട്, പിന്നെ കുഞ്ഞുണ്ട്, എല്ലാവരും ഉണ്ട്. നിങ്ങളെ വരാന് ഞങ്ങൾ എത്താൻ വൈകി. 2-2.5 മണിക്കൂർ ബ്ലോക്കായി. വൈകിയാണേലും വന്നല്ലോ. ബ്ലോക്കായപ്പോഴേ 4 മണി വഴി പോകാനായിട്ട് ഗൂഗിളടിച്ചുകൊണ്ടില്ല. 4 മണി വഴി പോകണ്ടേ? അപ്പോൾ ഓല് പോയിട്ടോ. ഓല് പോയി. ഞങ്ങൾ ഇതിൻ്റെ ബാക്കിൽ പോകും. ഓല് പോയി. ഓല് 2 ടീമും പോയി. നമ്മളിനി പോകാൻ പോവാണ്.
ഇതിൻ്റെ ഈ ഓഡിറ്റോറിയത്തിന് മുന്നിൽ തന്നെയാണ് പള്ളി നിസ്കരിക്കാനായിരിക്കും. അതുകൊണ്ടതാ വയനാട്ടിൽ കൂടുതലുണ്ടാകുന്ന ഒരു മരം നമ്മുടെ നാട്ടിലുണ്ടായാലും കുറവാണ്. അതല്ലേ ബട്ടർ നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ് ഈ മരം. ഇവിടെ നല്ലോണം കായ്ച്ചു ചെയ്യും. നമ്മുടെ ചീമക്കൊന്ന കുത്തിയാൽ മതിയില്ല, നല്ല വരിക്ക് ഇവിടെ ഉണ്ട് ബട്ടർ. അതെ ഇത് ബട്ടറാണ്, ഇതും ബട്ടറാണ്. ഇഷ്ടംപോലെ ബട്ടർ ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല കായ് ഉണ്ടാവും ചെയ്യും. അവിടെയൊക്കെ ഉണ്ട് ബട്ടറുകൾ. അപ്പോൾ നമ്മുടെ നാട്ടിൽ കായ് ഉണ്ടായാലും വളരെ കുറവാണ്. നിസ്കരിച്ചാണ് കണ്ടില്ലേ ആപ്പാടെ വന്നോട്ടോ, ഞങ്ങൾ പോയി തരാം. നിസ്കരിച്ച് കണ്ടോ ഉണ്ടരാന്ന് പറഞ്ഞിട്ട് ഉണ്ട ഉണ്ടത്. ഇവിടെ ഈ പള്ളിയിൽ നമ്മൾ നിസ്കരിച്ച് ഓഡിറ്റോറിയം ചുള്ളിയിൽ അങ്ങാടി തന്നെയുള്ള ഈ മദ്രസിൻ്റെ ഓഡിറ്റോറിയത്തിലാണ് കല്യാണമുള്ളത്. കണ്ട ഓഡിറ്റോറിയം കല്യാണം കഴിഞ്ഞാൽ പോയി. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഇതാ ഇറങ്ങിയോ പോലെന്നാ പോവാ വണ്ടിയോടെ നിർത്തിക്കണു. നമ്മൾ പോകാൻ പോവാണ്. ഇതൊക്കെ പറ്റ കഴിഞ്ഞത് ഇതോ കഴിഞ്ഞോ പോലെ വീഡിയോ കണ്ടിരിക്കുക കേട്ടോ. പോവല്ലെന്നാ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വണ്ടി എടുത്തു കേട്ടോ. വയനാടിന്ന് കല്യാണം കഴിഞ്ഞ് ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ 2:45. അപ്പോൾ കല്യാണം ഇവിടെ ആയതുകൊണ്ട് കഴിഞ്ഞിട്ടില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ എല്ലാവരും പോയിട്ടുണ്ടാവും അല്ലേ. പക്ഷെ ഇവിടെ ആരും പോയിട്ടില്ല. അപ്പോഴും ആളുണ്ടായിരുന്നു, നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങള് 2:45 ചോറൊക്കെ കഴിച്ചു. പോകുന്നപ്പോൾ ഒരു 4:30 മണി. ഇപ്പൊ ഞങ്ങൾ വണ്ടി പുറപ്പെടുകയാണ് അല്ലേ. ഓടത്തോട് ഇതിൽ നമ്മളെ പോകണം. ഓടത്തോട് കൂടെ ഈ ഊട്ടി റോഡുണ്ട്. ചുണ്ടി എന്നുള്ള റോഡുണ്ട് ഈ ഊട്ടി റോഡ്. ഇതുപോലെ പാടിയല്ലേ, ഇത് പാടി വീടും ഇവിടെ തന്നെ. അതിൽ അടികള റോഡ് ഉടലുള്ള വരല്ലോ. അപ്പൊ അതിലെങ്ങനെ പോട്ടോ, ഊട്ടി റോഡ് അങ്ങനെ പോകണം. അതാണ് ഓടത്തോട് വഴി ഇങ്ങനെ പോവാ. നമ്മളെ പോണ വൈക്കൽ നല്ല ഭംഗിയുള്ള ഒരു തേയിലത്തോട്ടം കണ്ടു. അപ്പൊ അവിടെ നിർത്തി. അല്ലവിടെ നിർത്തണം എന്നാണ്. അല്ലല്ല ജിദ്ദു അവിടെ നിർത്തണം. ഇതാ വരുന്നു, ആളിതാ വരുന്നു. അപ്പൊ കാറവിടെ നിർത്തിക്കാണ്ട് കേട്ടില്ലേ, 2 സൈഡിലും തേയില, ഫുള്ള് തേയില കേട്ടോ. ചെറിയ വെയിലുണ്ടെങ്കിലും നല്ല തണുത്ത കാറ്റുണ്ട് ഇവിടെ. ഇതാണ് ചായപ്പൊടി. ചായ ഉണ്ടാക്കൂലേ, നമ്മൾ ചായ ഉണ്ടാക്കൂലേ, കുടിച്ച ചായ കറുത്ത്. അതുകൊണ്ട് ഈ ഇല കൊണ്ട് ഉണ്ടാക്കുക. ഈ ഇല ഉണക്കി പിടിച്ച. അപ്പൊ ഞങ്ങൾ കല്യാണത്തിനൊക്കെ പോയി വന്നു. അപ്പൊ നല്ല ഭംഗിയുള്ള സ്ഥലം കണ്ടപ്പോൾ നിർത്തിയാടില്ല, അവനെ ഉറക്കപ്പിരാന്ന് മാറില്ല. അപ്പോ കണ്ടില്ലേ നല്ല ഇതുകൊണ്ട് ചായപ്പൊടി ഉണ്ടാക്കുന്ന തേയിലുണ്ട് കണ്ടു. ഓനെ അറിയാന്നാ പറഞ്ഞോ. അപ്പൊ ഞങ്ങള് വീഡിയോ നിർത്താട്ടോ. എന്ത് കണ്ടു പോണോ അപ്പഴും കണ്ടു പോണു. നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇങ്ങോട്ട് നോക്ക്. അപ്പോൾ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പറയേ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടിയും എനേബിൾ ആക്കി അമർത്തി കൊടുക്കുക. അപ്പോൾ ഇതിൽ നല്ല കിടിലൻ വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാവർക്കും സ്വാഗതം. ഗുഡ് ബൈ.